നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്രയ്ക്ക് 20-ന് ഉപ്പളയിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കോട്ടച്ചേരി മേൽപ്പാലം നിർമ്മാണം ഉടൻ തുടങ്ങണം. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനത്തിന് സമാപനം. പ്രവാസി വകുപ്പ് നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം. പ്രവാസി സംഘം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആന്ധ്രയിലുണ്ടായ കാർ അപകടം. കാസർഗോഡ് ഉച്ചമ്പാടിയിലെ 5-അംഗ കുടുംബത്തിന്റെ വേർപാട് നാടിന്റെ നൊമ്പരമായി. ശുചിത്വ നഗരം സുന്ദര നഗരം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 20-ന് സെമിനാർ നടക്കും. പുണ്യമിശിഹ ഫൊറോന പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന് സമാപനം. വീണച്ചേരി ആദിഭൈരവ അമ്മനവർ ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. ബി.ജെ.പിയുടെ വിമോചനയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനാണ് ജാഥ ലീഡർ. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു യാത്ര ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരിക്കും. ജനുവരി 20-ന് രാവിലെ 10 മണിക്ക് ഉപ്പളയിൽ 10,000 അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു വിമോചനയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് വി.കെ. സജീവൻ പറഞ്ഞു. ബി.ജെ.പിക്കെതിരായി സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്ന അസഹിഷ്ണുതയ്ക്കും കള്ളപ്രചരണങ്ങൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് വിമോചനയാത്രയിലൂടെ നൽകുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് വി.കെ. സജീവൻ പറഞ്ഞു. സംസ്ഥാനത്തുടനീളം വിമോചനയാത്രയ്ക്കിടയിൽ വിവിധ സാമുദായിക സാംസ്കാരിക നായകർ, ഭൂസമരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർ തുടങ്ങിയവരുമായി യാത്രാ നായകൻ കുമ്മനം രാജശേഖരൻ ചർച്ചകൾ നടത്തും. ഇടത് വലത് മുന്നണികൾ വിട്ട് ബി.ജെ.പിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയ്ക്കിടയിൽ സ്വീകരണം നൽകും. ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം സുരേഷ് ഗോപി വിമോചന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ, ദേശീയ സെക്രട്ടറി എച്ച് രാജ, നളിൻ കുമാർ കട്ടീൽ എം പി ഉൾപ്പെടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ വിഷയങ്ങളിലായി ജന്മഭൂമി പബ്ലിക്കേഷൻസ് തയ്യാറാക്കിയ 17-ലധികം പുസ്തകങ്ങളും നാടൻപാട്ട്, തെരുവ് നാടകം, സീഡികൾ തുടങ്ങിയവയും യാത്രയിലുണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്ര 20-ാം തീയതി കാലത്ത് 10 മണിക്ക് ഉപ്പളയിൽ നിന്ന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ജാഥ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വലിയ സന്നാഹങ്ങളും ഒരുക്കങ്ങളും തന്നെയാണ് ഈ ജാഥയ്ക്ക് വേണ്ടി പാർട്ടിയും ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം 10-ാം തീയതി തിരുവനന്തപുരത്താണ് ഈ ജാഥ സമാപിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക്, ദേശീയ സമിതി അംഗങ്ങളായ എം സഞ്ജീവ ഷെട്ടി, മടിക്കൈ കമ്മാരൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി പി രമേശ്, സംസ്ഥാന സമിതി അംഗം പി സുരേഷ് കുമാർ ഷെട്ടി എന്നിവർ പങ്കെടുത്തു. കോട്ടച്ചേരി മേൽപ്പാലം നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന ആവശ്യം. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെയും അജാനൂർ പഞ്ചായത്തിലെയും ജനങ്ങളുടെ സ്വപ്നമായ കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ ത്വരിതപ്പെടുത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. സൈമൺ ബ്രിട്ടോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ മണ്ണില് നമ്മൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും യുവജന പ്രസ്ഥാനത്തെയും എടുത്താൽ എല്ലാവരും പറയും ഞങ്ങൾ ജനാധിപത്യവാദികളും അതുപോലെ ഞങ്ങൾ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഭരണഘടനയെ അംഗീകരിക്കുന്നവരാണ്. RSS പറയും, മുസ്ലിം തീവ്രവാദ സംഘടന പറയും. എന്നാൽ അതിനകത്ത് വ്യത്യസ്തത ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട്. അത് മാവോവാദികളാണ്, അവരത് അംഗീകരിക്കുന്നില്ല. പി.കെ. നിശാന്ത് അധ്യക്ഷനായി.
ശിവജി വെള്ളിക്കോത്ത് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം വി പ്രകാശൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ സബീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ രാജ്മോഹൻ, പി സുരേഷൻ, സി ജെ സജിത്, വി പി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ വി വി രമേശൻ സ്വാഗതവും പ്രിയേഷ് കാഞ്ഞങ്ങാട് നന്ദിയും പറഞ്ഞു. പ്രവാസി വകുപ്പ് നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. കേരള പ്രവാസി സംഘം സമരം തുടങ്ങി. പ്രവാസി വകുപ്പ് നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവാസികാര്യ വകുപ്പ് സ്ഥാപിക്കപ്പെട്ടു. 2002 രാജ്യത്ത് പിറവിയെടുത്ത കേരള പ്രവാസി സംഘമാണ് ഇത്തരം ആശയം ലോകത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുവന്നത്. അന്ന് UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് രാജ്യത്ത് ഇത്തരം ഒരു സംവിധാനിക്കപ്പെടുന്നതിന് വേണ്ടി പ്രവാസി സംഘം അതിശക്തമായ ഇടപെടലുകൾ നടത്തും. അതുവഴി തന്നെ ഇന്ത്യ രാജ്യത്ത് CMP കോമൺ മിനിമം പരിപാടി എന്ന സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ UPA ഗവൺമെൻറ്റിനോട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലിലൂടെ സ്ഥാപിതമായിട്ടുള്ള ഈ വകുപ്പ് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള പ്രവാസികളുടെ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാൻ ഒതുങ്ങുന്ന നിലയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ജലീൽ കാപ്പിൽ അധ്യക്ഷനായി. കെ രാജേന്ദ്രൻ, പി വി കൃഷ്ണൻ, വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആന്ധ്രയിലുണ്ടായ കാർ അപകടത്തിൽ കാസർഗോഡ് ഉജ്ജംപാടിയിലെ 5-അംഗ കുടുംബത്തിന്റെ ജീവൻ പൊലിഞ്ഞ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ദേലമ്പാടി പഞ്ചായത്തിലെ ഉജ്ജംപാടി ഹിദായത്ത് നഗർ സ്വദേശികളായ പുരയിടത്തിൽ വീട്ടിൽ ദേവസിയും കുടുംബവുമാണ് ആന്ധ്ര കർണാടക അതിർത്തിയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. കോട്ടയത്ത് നിന്നും കണ്ണൂർ ആലക്കോട്ടേക്കും ഇവിടെ നിന്നും ദേലമ്പാടിയിലേക്കും കുടിയേറിയതാണ് ഇവരുടെ കുടുംബം. കുടുംബത്തിന്റെ ദാരുണ മരണമറിഞ്ഞ് ദേലമ്പാടി ഗ്രാമം നടുങ്ങി. ദേവസിയും ഭാര്യ ത്രേസ്യക്കുട്ടിയും ഇപ്പോൾ മകൻ റോബിന്റെ കൂടെ ആന്ധ്രയിലാണ് താമസം. 3 ആഴ്ച മുൻപ് ഇവർ ദേലമ്പാടിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പൂഞ്ഞാറിലെ റോബിന്റെ ഭാര്യയുടെ വീട്ടിൽ നടന്ന മാമോദിസ ചടങ്ങിൽ പങ്കെടുത്ത് റോബിനും മാതാപിതാക്കളും ഭാര്യയും ആന്ധ്രയിലേക്കും സഹോദരൻ റെനീഷും കുടുംബവും കാസർകോട്ടേക്കും പുറപ്പെട്ടു. അച്ഛനും അമ്മയും സഹോദരനും അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് റെനീഷും കുടുംബവും ആന്ധ്രയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ദേലമ്പാടി സെയിന്റ് മേരീസ് പള്ളി ഇടവക അംഗങ്ങളാണ് ഇവർ. മൃതദേഹങ്ങൾ നാളെ ദേലമ്പാടി പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ NCPയുടെ നേതൃത്വത്തിൽ ഉണർത്തുയാത്ര നടത്തുമെന്ന് NCP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനാണ് ജാഥ ലീഡർ. ജനുവരി 20-നാണ് യാത്ര ആരംഭിക്കുക. ജനുവരി 20-ന് കാസർഗോട്ട് വെച്ച് NCP നേതാവും ലക്ഷദ്വീപ് MP-യുമായ MP മുഹമ്മദ് ഫൈസൽ യാത്ര ഉദ്ഘാടനം ചെയ്യും. വർഗീയത ഇളക്കിവിട്ട് നാടിനെ സർവനാശത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന BJPയുടെയും ചില സാമുദായിക നേതാക്കളുടെയും യഥാർത്ഥ മുഖം ജനമധ്യത്തിൽ തുറന്നുകാട്ടുകയാണ് യാത്രയുടെ മുഖ്യ ലക്ഷ്യമെന്ന് NCP നേതാക്കൾ അറിയിച്ചു. വർഗീയതയ്ക്കും അഴിമതിക്കും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കുമെതിരെ ഉണരൂ കേരളമേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് NCP സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഉണർത്ത് യാത്രയാണ് കാസർഗോഡ് നിന്നും 20-ാം തീയതി 4 മണിക്ക് ആരംഭിക്കുന്നത്. ഈ യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ലക്ഷദ്വീപ് MP-യും പാർലമെൻറ്റിലെ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ചീഫ് വിപ്പ് മുഹമ്മദ് ഫൈസൽ അവറുകളാണ്. ഈ ജാഥ 14 ജില്ലകളിലും പര്യടനം നടത്തും. ഈ ജാഥയിൽ ഉടനീളം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെ പ്രചരണത്തോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും മായി ഞങ്ങൾ സംവേദിക്കുന്നതും അവർ ഈ ജാഥയെ വിവിധ മേഖലകളിൽ വെച്ച് അഭിവാദ്യം ചെയ്യുന്നതുമാണ്. 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന യാത്ര ഫെബ്രുവരി 5-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. സ്വീകരണ യോഗങ്ങളിൽ NCP നേതാക്കളോടൊപ്പം LDF ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. കേരള ജനതയെ രക്ഷിക്കേണ്ടവർ തന്നെ കേരള ജനരക്ഷ യാത്ര നടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും
ജനരക്ഷായാത്രയല്ല മറിച്ച് ജനദ്രോഹയാത്രയാണ് വി എം സുധീരൻ നയിക്കുന്നതെന്നും അവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അനന്തക്കുട്ടൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ദാമോദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യേൻ, കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായി സെമിനാർ 20-ന് നടക്കും. നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുന്ന സെമിനാറിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ ചെയർമാൻ VV രമേശൻ അറിയിച്ചു. കാഞ്ഞങ്ങാട്ടെ നഗരമാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ ബദൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന വിഷയത്തെ അധികരിച്ചാണ് സെമിനാർ നടക്കുക. നഗരസഭാ ചെയർമാൻ VV രമേശന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി IAS ഉദ്ഘാടനം ചെയ്യും. ജനുവരി 20-ന് നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. മെയിൻ കാഞ്ഞങ്ങാട് എന്ന സന്ദേശം മുന്നോട്ട് വെച്ച് ജനുവരി 20-ന് മറ്റന്നാൾ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ശുചിത്വ മിഷൻ്റെ സംസ്ഥാന ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി IASനെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാഞ്ഞങ്ങാടിൻ്റെ ശുചിത്വത്തെക്കുറിച്ച് വിപുലമായ ഒരു ചർച്ച സംഘടിപ്പിച്ച് നമുക്കിനി അങ്ങോട്ട് 43 വാർഡിനകത്തും കൃത്യമായ അജണ്ട വെച്ച് തന്നെ പ്ലാനിങ്ങോടുകൂടി ഓരോ വാർഡും പൊതുസ്ഥലങ്ങൾ പ്രത്യേകിച്ച് നന്നായി ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് മാലിന്യങ്ങളില്ലാതെ. നഗരസഭാ ചെയർമാൻ VV രമേശനോടൊപ്പം വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, ഗംഗ രാധാകൃഷ്ണൻ, ജാഫർ, N ഉണ്ണികൃഷ്ണൻ, ഭാഗീരഥി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ദേശീയ പോളിയോ നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജനുവരി 17, ഫെബ്രുവരി 21 എന്നീ തീയതികളിലായാണ് കുട്ടികൾക്ക് തുള്ളിമരുന്നുകൾ വിതരണം ചെയ്യുന്നത്. 5 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഇതിന്റെ ഭാഗമായി തുള്ളിമരുന്ന് വിതരണം ചെയ്യും. ദേശീയ പോളിയോ നിവാരണ പരിപാടിയുടെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ശ്രീജിത്ത് കൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് P ഗൗരി, ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ഫെബ്രുവരി 19-നാണ് മാർച്ച് നടത്തുക. ഉൽപ്പാദിപ്പിക്കുന്ന ബീഡിക്ക് 16% നികുതി ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ച് വിജയിപ്പിക്കാൻ ഹോസൂർ താലൂക്ക് ബീഡി തൊഴിലാളി ജനറൽ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് നടന്ന യോഗം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ നോക്കിയാലും പണിയെടുക്കുന്നവരെല്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. ബീഡി തൊഴിലാളികൾ തൻ്റെ വ്യവസായ സ്ഥാപനത്തെ തകരാൻ വേണ്ടി പോകുന്നു. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വ്യവസായ നയം എൻ്റെ വ്യവസായത്തെ പൊളിച്ചു. കിട്ടുന്ന 250 കോടി ജീവിക്കാൻ സാധിക്കുന്നില്ല. വിലക്കയറ്റം രൂക്ഷമാകുന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ പണം മിച്ചം വെക്കാൻ സാധിക്കുന്നില്ല. 5 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള സങ്കല്പം വീടില്ലാത്തവന് ഒരു സ്വപ്നമായി മാറാൻ വേണ്ടി പോകുന്നു. ഇന്നത്തെ പോലെ നാളെ ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പും ദിനേശ് ബീഡി തൊഴിലാളിയെ സംബന്ധിച്ചില്ലല്ലോ. AK നാരായണൻ അധ്യക്ഷനായി. DV അമ്പാടി, T കുട്ട്യൻ, M രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 10-ന് തുടങ്ങേണ്ട ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ച് 12-ലേക്ക് മാറ്റി. ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് മാർച്ച് 12, 13, 14 തീയതികളിൽ നടക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ അറിയിച്ചു. നേരത്തെ ഫെബ്രുവരി 10-ന് തുടങ്ങാനാണ് നിശ്ചയിച്ചിരുന്നത്. സമ്മേളനത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് OM ദിനകരൻ, സെക്രട്ടറി S കൃഷ്ണസ്വാമി പിള്ള, സ്വാഗത സംഘം ചെയർമാൻ V മാധവൻ നായർ, ജനറൽ കൺവീനർ സുനിൽ കുമാർ കൊട്ടറ, PP കുഞ്ഞികൃഷ്ണൻ നായർ, PR കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും വിരമിച്ച K നാരായണന് യാത്രയയപ്പ് നൽകി. KMCSUവിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്ന് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന K നാരായണന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച ഒരു ജീവനക്കാരനായിരുന്നു സഖാവ്
നാരായണേട്ടൻ എന്ന അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ സേവനത്തിനിടയിൽ, പ്രത്യേകിച്ച് അതിൽ ഭൂരിഭാഗവും കാഞ്ഞങ്ങാട് തന്നെ ജോലി ചെയ്ത് കാഞ്ഞങ്ങാട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു മികച്ച സാമൂഹ്യ പ്രവർത്തകനോടൊപ്പം തന്നെ ജീവനക്കാരൻ എന്ന പേര് നേടാൻ സാധിച്ച ഒരു പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു ജീവനക്കാരനാണ് സഖാവ് നാരായണേട്ടൻ. അതുകൊണ്ട് തന്നെ ഈ സർവീസ് ജീവിതത്തിലും അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃനിരയിൽ നിന്നുകൊണ്ടുമൊക്കെ കിട്ടിയിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് പി സുധീർ കുമാർ അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ, കെ ബാബു, ടി വി ഭാഗീരഥി, ഗംഗാ രാധാകൃഷ്ണൻ, എ വേണുഗോപാലൻ, എം പ്രശാന്ത്, എസ് കെ ഉമേശൻ, പി യു സൂരജ്, ജില്ലാ സെക്രട്ടറി കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളിൽ 2020 വരെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ആസൂത്രണം തുടങ്ങി. ജില്ലാതല ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രന്ഥാലയങ്ങളിലും 2020 വരെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും നയപരിപാടികളുമാണ് നിലവിൽ ആസൂത്രണം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ജില്ലാതല ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. കുന്നുമ്മൽ അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ശില്പശാല ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും നമ്മുടെ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഓരോ താലൂക്കിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കൗൺസിൽ അംഗങ്ങൾക്കും പങ്കെടുത്തുകൊണ്ടുള്ള ശില്പശാല ജില്ലകളിൽ നടക്കണം. അത് ജനുവരി മാസത്തിൽ നടക്കണം. നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലേക്ക് ലൈബ്രറി കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂടെ പുതുതായിട്ട് വന്നിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തന രീതി, ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അത് ശരിയായ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി പ്രഭാകരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പി വി കെ പനയാൽ സംസാരിച്ചു. അതിഞ്ഞാലിൽ തീപിടുത്തം. മലബാർ സിറാമിക്സിന്റെ ഗോഡൌണിലാണ് അഗ്നിബാധയുണ്ടായത്. അതിഞ്ഞാലിലെ മലബാർ സിറാമിക്സിന്റെ ഗോഡൌണിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. ടൈൽസ് ഉൾപ്പെടെ പൊതിഞ്ഞുകൊണ്ടുവന്ന വൈക്കോലിനാണ് ആദ്യം തീ പടർന്നത്. ഒട്ടേറെ സാധന സാമഗ്രികൾ കത്തിനശിക്കുകയുണ്ടായി. കാഞ്ഞങ്ങാട്ട് നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഉണ്ണിമിശിഹ ഫൊറോന പള്ളിയിൽ തിരുനാൾ ആഘോഷം സമാപിച്ചു. നഗരപ്രദക്ഷിണവും നടന്നു. ഉണ്ണിമിശിഹ ഫെറോന പള്ളിയിലെ തിരുനാളാഘോഷത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. 8 നാൾ നീണ്ടുനിന്ന തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്കാണ് സമാപനമായത്. ചടങ്ങുകളുടെ ഭാഗമായി നഗരപ്രദക്ഷിണം നടന്നു. കുരുത്തോല കൈയിലേന്തി വിശ്വാസികൾ നഗരപ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. മുത്തുക്കുടയുടെ അകമ്പടി നഗരപ്രദക്ഷിണത്തിന് കൊഴുപ്പേകി. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് വലിയമറ്റത്തിന്റെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷ ചടങ്ങുകൾ നടന്നത്. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയം വാർഷികാഘോഷം നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി.
കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സ്വാമി അമൃത കൃപാനന്ദപുരിയുടെ അനുഗ്രഹ പ്രഭാഷണവും നടന്നു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ മുഖ്യാതിഥിയായി. നഗരസഭാ കൗൺസിലർ ടി.വി. അജയകുമാർ, ബ്രദർ പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആലപ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. കളക്ടർ പി.എസ്. മുഹമ്മദ് സഗീർ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ആസ്ക് പ്രീമിയർ ലീഗിനോടനുബന്ധിച്ച് ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിക്കൊണ്ട് സമാനതകളില്ലാത്ത പുണ്യമാണ് ക്ലബ്ബ് പ്രവർത്തകർ കാഴ്ചവെച്ചത്. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. രാവിലെ ചെയർമാൻ സിദ്ദീഖോപ്പ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും വേറിട്ട അനുഭവമായി മാറി. വൈകിട്ട് നടന്ന പൊതുപരിപാടി എന്നെ നെല്ലിക്കുന്ന് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലെയുള്ള ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്ലബ്ബുകളിൽ നിന്നൊക്കെ വളരെയധികം വ്യതിരക്തത പുലർത്തുന്ന ഒരു ക്ലബ്ബാണ് ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഈ ക്ലബ്ബ് ഇവിടുത്തെ വിവിധ മേഖലകളിൽ, അത് വിദ്യാഭ്യാസമായാലും സാംസ്കാരിക മേഖലയായാലും ജീവകാരുണ്യ പ്രവർത്തന രംഗമായാലും ഒക്കെ ആ മേഖലകളിലൊക്കെ ചെയ്ത സുസ്ഥിരമായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളുമാണ് ഈ ക്ലബിനെ മറ്റ് ക്ലബ്ബുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാക്കുന്നത്. ചടങ്ങിൽ ആസ്ക് പ്രസിഡന്റ് എം നാസർ അധ്യക്ഷത വഹിച്ചു. CA അസീസ് സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് പുനർനിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ജില്ലാ കളക്ടർ P.S. മുഹമ്മദ് സഗീർ നിർവഹിച്ചു. കാസർഗോഡ് JCA പ്രസിഡന്റ് മുജീബ് അഹമ്മദ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. വാർഡ് മെമ്പർ A. മമ്മിനി, NMCC കൺവീനർ ശ്യാമപ്രസാദ്, കാസർഗോഡ് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് TA. ഷാഫി, കരീം സിറ്റി ഗോൾഡ് കാപ്പിൽ KBM ഷെരീഫ്, മുനീർ ഭാരതിയൻ, അനീഫ പാണലം, അസീസ് കടപ്പുറം, ഇക്ബാൽ മുഹമ്മദ്, TA. റിയാസ്, ഇക്ബാൽ കേളങ്കയം, ഹാരിസ് ബെഡി, KK അബുബക്കർ, MM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കുരുന്ന് ചിത്രപ്രതിഭകൾ വർണ്ണം ചാലിച്ച ജില്ലാതല ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. അകാലത്തിൽ വിട പറഞ്ഞ കൈതക്കാട് AUP സ്കൂൾ അധ്യാപകൻ TV രാജീവിന്റെ സ്മരണയ്ക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. യൂണിറ്റി കൈതക്കാട്, നെഹ്റു യുവജന കേന്ദ്ര എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് നിറവ് എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കിഡ്സ്, LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. K. അബ്ദുൽ ഷുക്കൂർ ഹാജി ഉദ്ഘാടനം ചെയ്തു. MC സാദിഖ് അലി അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ശ്രീലത ടീച്ചർ, ഷാഹുൽ ഹമീദ്, ഷിഹാബ്, പ്രമോദ് അടുത്തില, അസ്ലമി K തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യയോഗ്യമായ ഇലകൾ രുചി വൈവിധ്യങ്ങളായി എത്തിയപ്പോൾ കുട്ടികളിൽ കൗതുകം. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിലാണ് ഇലക്കറി വിഭവങ്ങളുടെ പ്രദർശനം നടന്നത്. നമുക്ക് ചുറ്റുമുള്ള ഭക്ഷ്യയോഗ്യമായ ഇലകളെ കുട്ടികൾ തിരിച്ചറിയാതെ പോകരുതെന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന സന്ദേശവുമായി ഇലക്കറിമേള സംഘടിപ്പിച്ചത്. വിഷമയമായ പച്ചക്കറികൾ വാങ്ങിക്കഴിച്ച് രോഗമേറ്റുവാങ്ങുന്ന കാലത്ത് ഔഷധമുള്ള ഇലക്കറികളെ ഭക്ഷണശീലങ്ങളിലേക്ക് തിരികെ എത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇലക്കറിമേള കുട്ടികളെ ബോധ്യപ്പെടുത്തി. സാമ്പാർ ചീര, തഴുതാമ, പൊന്നാങ്കണ്ണി, ചേമ്പില, നാരങ്ങയില തുടങ്ങി 20ലധികം ഇലകൾ കൊണ്ടാണ് വിഭവങ്ങൾ ഒരുക്കിയത്. ഇലകൾ ശേഖരിക്കുന്നതിനും അവ പാകം ചെയ്യുന്നതിനും കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിരുന്നു. ഇലക്കറികളും കൂട്ടിയുള്ള ഉച്ചഭക്ഷണം കുട്ടികൾക്ക് പുതിയ അനുഭവമാവുകയും ചെയ്തു. KV പവിത്രൻ, VM പുഷ്പവല്ലി, K ശോഭ, VP ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പഞ്ചുരുളി തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി, പുതിയ ഭഗവതി, കുളികൻ തെയ്യം എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. അന്നദാനവും നടന്നു.
ഐതിഹ്യസമ്പന്നമായ മാക്കരംകോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. അത്യുത്തര കേരളത്തിലെ അപൂർവമായ പ്രതിഷ്ഠയോടുകൂടിയ പുല്ലൂർ മാക്കരംകോട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. അയ്യപ്പ ഭക്തന്മാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കലവറ നിറക്കൽ ഘോഷയാത്രയെത്തി. ക്ഷേത്രത്തിലേക്ക് പാത്രങ്ങൾ അയ്യപ്പ ഭക്തർ കാണിക്കയായി സമർപ്പിക്കുകയുണ്ടായി. ക്ഷേത്ര പരിസരത്ത് അയ്യപ്പ ഭക്തർ കൃഷി ചെയ്തൊരുക്കിയ ജൈവ പച്ചക്കറിയാണ് അന്നദാനത്തിനായി ഉപയോഗിച്ചത്. കലവറ നിറക്കൽ ഘോഷയാത്ര വാരിക്കാട്ട് കാലിച്ചാൻ ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സമാപിച്ചു. ഘോഷയാത്രയ്ക്ക് ആഘോഷ കമ്മിറ്റി ചെയർമാൻ MT ദാമോദരൻ, ജനറൽ കൺവീനർ വേണു മാക്കരംകോട്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രവി വാരിക്കാട്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി K രാമകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ വിജയൻ, വിദ്യാധരൻ തുടങ്ങിയവർ നേതൃത്വമേകി. ക്ഷേത്ര ഭജനസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും കലവറ നിറക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ജനുവരി 21 പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമാകും. 22 രാവിലെ 8 മണിക്ക് സർവൈശ്വര വിളക്ക് പൂജ നടക്കും. 10 മണിക്ക് മാക്കരംകോട്ട് ക്ഷേത്ര ഭജന സമിതിയുടെ ഭജനാമൃതം അരങ്ങേറും. അന്നദാനവും നൽകും. രാത്രി 7 മണിക്ക് പുല്ലൂർ ബാലകൃഷ്ണമാരായണ സംഘവും അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറും. രാത്രി 11:30 ശ്രീരാമ അഗിത്തായുടെ തിടമ്പ് നൃത്തം അരങ്ങേറും. ജനുവരി 23 നാഗപ്രതിഷ്ഠാദിന പൂജകളോടെ ഉത്സവം സമാപിക്കും. വീണച്ചേരി ആദിഭൈരവ അമ്മനവർ ദേവസ്ഥാനത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വെള്ളിക്കോത്ത് വീണച്ചേരി ആദിഭൈരവ അമ്മനവർ ദേവസ്ഥാനത്തിലെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ജനുവരി 17 മുതൽ 22 വരെ തീയതികളിലായിട്ടാണ് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചേരുകയുണ്ടായി. ജനുവരി 19 തന്ത്രി ശ്രീധരൻ വാരിക്കാട്ട് തായരുടെ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കും. രാത്രി 9 മണിക്ക് സോപാന നൃത്തം അരങ്ങേറും. 20 മാക്കരംകോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭജന സമിതിയുടെ ഭജനാമൃതം നടക്കും. 21 രാവിലെ 5:30 മഹാഗണപതി ഹോമം നടക്കും. രാവിലെ 8:30 പീഠപ്രതിഷ്ഠയും ബിംബപ്രതിഷ്ഠയും നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. രാത്രി 9 മണിക്ക് നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. രാത്രി 12 മണിക്ക് ഭൂതഗണബലിയും നടക്കും. 22 ഉച്ചയ്ക്ക് 12 മണിക്ക് ഗുളികൻ തെയ്യം കെട്ടിയാടും. നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവ ചടങ്ങുകൾ വിജയിപ്പിക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കൃഷ്ണൻ വീണച്ചേരി, കുഞ്ഞിരാമൻ, കുഞ്ഞിക്കണ്ണൻ, കുമാരൻ കോഴിക്കോട്, ജയൻ, ദാമോദരൻ, അമ്പു എഴിലോട്, അപ്പു ചീമേനി, MP ചന്ദ്രൻ, ദാമോദരൻ ചട്ടഞ്ചാൽ തുടങ്ങിയവരാണ് നേതൃത്വമേകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്രയ്ക്ക് 20 ഉപ്പളയിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കോട്ടച്ചേരി മേൽപ്പാലം നിർമ്മാണം ഉടൻ തുടങ്ങണം. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനത്തിന് സമാപനം. പ്രവാസി വകുപ്പ് നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം. പ്രവാസി സംഘം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആന്ധ്രയിലുണ്ടായ കാർ അപകടം. കാസർഗോഡ് ഉച്ചമ്പാടിയിലെ 5-അംഗ കുടുംബത്തിന്റെ വേർപാട് നാടിന്റെ നൊമ്പരമായി. ശുചിത്വ നഗരം സുന്ദര നഗരം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 20 സെമിനാർ നടക്കും. പുണ്യമിശിഹ ഫൊറോന പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന് സമാപനം. വീണച്ചേരി ആദിഭൈരവ അമ്മനവർ ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.